ഞാൻ വൈകുന്നേരങ്ങളിൽ നമ്മൾ രാത്രിയിൽ സമയം കണ്ടെത്തിയിട്ട് സിനിമയ്ക്ക് പോവാനായിട്ട് കുറച്ച് നേരത്തെ വന്നു നേരത്തെ മീൻസ് ഒരു 10 മണി വളരെ നേരത്തെയാണ്. അപ്പൊ 10 മണിക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് പോകാനായിരിക്കും. ഡെഫിനറ്റ്ലി ഞങ്ങൾ സിനിമയ്ക്ക് പോയി. സിനിമ ഞങ്ങളുടെ ഒരു വീക്ക്നെസ്. എല്ലാ സിനിമയും കാണും. ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു സിനിമ ഏത്, അല്ലെങ്കിൽ സിനിമ ആക്ടർ, ഡയറക്ടർ, അങ്ങനെയൊക്കെ ഒരാളുണ്ടാവില്ല, അവരുടെ അത് മിസ്സാവത്തില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ അത് മാത്രമല്ല, അത് കണ്ടുപിടിക്കാനും വലിയ പാടാണ്. ഇപ്പോൾ ഒരുപാട് പ്രതിഭകളാണ്. എന്തൊരു ഡയറക്ടേഴ്സാണ്. ഒടുവിൽ മഞ്ഞുമൽ ബോയ്സ് ഉണ്ട്, ഞാൻ ചിദംബരത്തെ വിളിച്ചു, പ്രേമല് കൊണ്ടു, അതിൻ്റെ ഡയറക്ടർ ഗിരീഷ് വിളിച്ചു, അദ്ദേഹം എടുത്തില്ല ഫോണ്. എന്തൊരു പടങ്ങളാണ്. തരുൺമൂർത്തി എന്തൊരു ഡയറക്ടറാണ്. സൗദി വെള്ളയ്ക്ക, ഓപ്പറേഷൻ ജാവ, സൗദി വെള്ളയ്ക്കയെല്ലാം എന്തൊരു സിനിമയാണ്, ലൈഫുള്ള സിനിമ. പിന്നെ ജയ ജയ ഹേ അത് അമൃതയാണ്. അമൃതയ്ക്ക് ചിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമൃത ലൈറ്റിൻ്റെ ആളാണ്. എനിക്ക് ത്രില്ലർ സിനിമകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ത്രില്ലർ സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ആകെ ഇഷ്ടം ഫാമിലി അങ്ങനെയുള്ള പഴയ നമ്മുടെ വാത്സല്യം ടൈപ്പ് ഡ്രാമ ഒന്നും എനിക്ക് ഇഷ്ടമല്ല. റെഫറൻസ് പറഞ്ഞ വാത്സല്യം അതൊന്നും എനിക്കിങ്ങനെ ആകാശദൂത് ആയിട്ടൊന്നും എനിക്ക് ഇഷ്ടമല്ല. അത് വർക്കാവില്ല. അല്ലാതെ ഇപ്പോഴത്തെ പാറ്റേൺ അതല്ലല്ലോ. വളരെ ഗംഭീരമായി സിനിമകൾ സംസാരിക്കുന്നുണ്ട്. ഞാൻ ആ ഉമ്മയെ വിളിച്ചു, ദേവിക അമ്മയെ ഞാൻ വിളിച്ചു, ദേവിക വർമ്മ. ഞാൻ ദേവിക വർമ്മയെ വിളിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം ഞാൻ ഞെട്ടിപ്പോയി. അവർ ആദ്യമായിട്ട് സിനിമ പോലും കാണാറില്ലായിരുന്ന അമ്മ യാദൃശ്ചികമായി വന്നിട്ട് സിനിമ ചെയ്യുന്നു. വളരെ വളരെ ഡിഫറൻ്റ് ആയ ഒരു കാര്യം. അതെ, ഉമ്മയുടെ ഒരു ഇതായിരുന്നു, ഉമ്മയുടെ ഒരു റെഫറൻസ് അതിലുണ്ട്, ഉമ്മയിലുണ്ട്. തീർച്ചയായിട്ടും ഇമോഷണലി കണക്റ്റഡ് ആയ ഞാൻ അവരെ വിളിച്ചിരുന്നു. ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞൊരു കാര്യമാണ്, എന്നെ മരണത്തിൽ നിന്നും തിരിച്ചു പിടിച്ച് മനുഷ്യൻ, അല്ലെ? അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഫ്രം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെരി ഡിഫിക്കൽട്ട് ടൈം ഫോർ ദി ബോത്ത് ഓഫ് യു. ഒരു ഭയങ്കര അത് വേറൊരു റിയലൈസേഷൻ ആണ്. ഈ നമ്മള് ഒരു പണ്ടൊരു കോട്ട് വായിച്ചിട്ടുണ്ട്, പ്രണയം വിവാഹത്തിന്റെ തുടക്കവും വിവാഹം പ്രണയത്തിന്റെ ഒടുക്കവുമാണ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രണയം വിവാഹത്തിന്റെ തുടക്കമാണ്, വിവാഹശേഷം പ്രണയം ഉണ്ടാവാറില്ല എന്നുള്ള. പക്ഷെ അത് തന്നെയായിരുന്നു ഞാനും അവളും പറയുമായിരുന്നു. എനിക്ക് തന്നെ തോന്നിയിരുന്നു, പ്രണയം നമ്മൾ തമ്മിൽ അങ്ങനെ റൊമാൻറ്റിക് അല്ലല്ലോ, എന്നാൽ ലൈഫിലേക്ക് പോവാണല്ലോ. സാധാരണ പരാതി എന്നെ വിളിക്കുമായിരുന്നു. അത് പക്ഷെ അതായിരുന്നേ നമ്മുടെ. പക്ഷേ ഇപ്പോഴും എനിക്ക് ഇയാൾ എത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്നും ഇയാൾക്ക് തിരിച്ച് ഞാനും അങ്ങനെയാണെന്ന് അപ്പോൾ റിയലൈസ് ചെയ്യാൻ പാകത്തിൽ ഇയാളുടെ മനസ്സുണ്ടായിരുന്നില്ല. ഇയാൾ വേറൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ എനിക്ക് റിയലൈസ്